നമ്മൾ ഇന്ന് പരിശോധിക്കാൻ പോകുന്നത് ഒരു രഹസ്യ രാഷ്ട്രീയ രേഖയാണ്. തിരഞ്ഞെടുപ്പ് വരുമ്പോൾ കേൾക്കുന്ന വെറും വാഗ്ദാനങ്ങളെക്കുറിച്ചല്ല ഇത്, മറിച്ച് കൃത്യമായ ഡാറ്റ ഉപയോഗിച്ച് ഒരു നാടിന്റെ പ്രശ്നങ്ങൾ എങ്ങനെ ആഴത്തിൽ മനസ്സിലാക്കാം, അതിനു എങ്ങനെ പരിഹാരം കണ്ടെത്താം എന്ന് വ്യക്തമാക്കുന്ന ഒരു ബ്ലൂ പ്രിന്റ്. ഇത് കോന്നിയുടെ കഥയാണ്. നമുക്ക് തുടങ്ങാം. ഒരു നാടിനെ ശരിക്കും അറിയണമെങ്കിൽ അവിടെയുള്ള ആളുകളുടെ ജീവിതം പറയുന്ന കണക്കുകൾ കേൾക്കണം. തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ അവരുടെ യഥാർത്ഥ ആവശ്യങ്ങൾ എന്തൊക്കെയാണെന്ന് കണ്ടെത്തി അതിനൊരു പരിഹാരം നിർദ്ദേശിക്കാൻ കഴിഞ്ഞാൽ എങ്ങനെയുണ്ടാവും? അതിന്റെ ഉള്ളറകളിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. ശരി, അപ്പൊ നമുക്ക് ഏറ്റവും അടിസ്ഥാനപരമായ കാര്യങ്ങളിൽ നിന്ന് തന്നെ തുടങ്ങാം. കോന്നിയുടെ രാഷ്ട്രീയം മനസ്സിലാക്കണമെങ്കിൽ ആദ്യം നമ്മൾ കോന്നിയെ മനസ്സിലാക്കണം, അവിടത്തെ മണ്ണിനെയും മനുഷ്യരെയും. കാരണം ഓരോ നാടിന്റെയും രാഷ്ട്രീയത്തിന്റെ അടിത്തറ അതാണ്. കോന്നിയിലെ സാമൂഹിക ഘടന ഒറ്റനോട്ടത്തിൽ ലളിതമെന്ന് തോന്നാമെങ്കിലും അത് കുറച്ച് സങ്കീർണമാണ്. ഏകദേശം 57% ഹിന്ദുക്കളുണ്ട്. അതോടൊപ്പം 38% വരുന്ന വളരെ നിർണായകമായ ഒരു ക്രിസ്ത്യൻ സമൂഹവുമുണ്ട്. ഈ പ്രധാന കണക്കുകൾക്കപ്പുറം ഓരോ സമുദായത്തിനുള്ളിലെയും വിവിധ വിഭാഗങ്ങൾ അവിടുത്തെ രാഷ്ട്രീയത്തെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇനി കോന്നിയുടെ ഭൂപ്രകൃതി നോക്കാം. ഇടനാടും മലനാടും ഇടകലർന്ന ഒരു പ്രദേശം. മലയോര മേഖലകൾ കൂടുതലുള്ളതുകൊണ്ടുതന്നെ സ്വാഭാവികമായും ചില പ്രശ്നങ്ങളുണ്ട്. റിപ്പോർട്ട് പ്രകാരം കുടിവെള്ളമാണ് അതിലൊന്ന്. പല ഗ്രാമങ്ങളിലും പൈപ്പ് വെള്ളം എത്തുന്നില്ല. പോരാത്തതിന് 2018 പ്രളയം തകർത്ത റോഡുകൾ പലതും ഇന്നും നന്നാക്കിയിട്ടില്ല. പിന്നെ ഗൾഫിൽ നിന്ന് തിരികെ വന്നവരുടെ തൊഴിലില്ലായ്മ, സാധാരണക്കാരെ ശരിക്കും ബുദ്ധിമുട്ടിക്കുന്ന വിലക്കയറ്റം, ഇവയൊക്കെയാണ് അവിടുത്തെ ആളുകളുടെ ദൈനംദിന ജീവിതത്തെ ബാധിക്കുന്ന പ്രധാന പ്രശ്നങ്ങൾ. ഇതുവരെ നമ്മൾ കണ്ടത് ഒരു പൊതുചിത്രമാണ്. ഇനി നമുക്ക് കുറച്ചുകൂടി ആഴത്തിലേക്ക് പോകാം. സാധാരണക്കാരായ ജനങ്ങൾ അനുഭവിക്കുന്ന യഥാർത്ഥ പ്രശ്നങ്ങളിലേക്ക്, അവരുടെ ആശങ്കകളും പരാതികളുമെല്ലാം എങ്ങനെയാണ് ഡേറ്റയായി മാറുന്നത് എന്ന് നോക്കാം. യഥാർത്ഥത്തിൽ ജനങ്ങളെ കേൾക്കാൻ തുടങ്ങുന്നത് ഇവിടെ നിന്നാണ്. ജനങ്ങളുടെ പരാതികൾക്കൊരു മുൻഗണന കൊടുത്താൽ ഏറ്റവും മുകളിൽ വരുന്നത് ഇവയാണ്. നോക്കൂ, കോന്നി താലൂക്ക് ആശുപത്രിയിൽ ഒരു MRI സ്കാൻ അല്ലെങ്കിൽ ഒരു CT സ്കാൻ സൗകര്യം പോലും ഇല്ല എന്നത് വളരെ ഗൗരവമുള്ളൊരു കാര്യമാണ്. അതുപോലെ തന്നെ മലയോര പ്രദേശങ്ങളിലെ കുടിവെള്ള പ്രശ്നം, പിന്നെ കർഷകരുടെ എക്കാലത്തെയും വലിയ സങ്കടമായ വിളകളുടെ വിലയിടിവ്. ഇതൊന്നും വെറും പരാതികളല്ല, ഇവ ഓരോന്നും അടിയന്തരമായി പരിഹരിക്കേണ്ട യഥാർത്ഥ ജീവിത പ്രശ്നങ്ങളാണ്. ഈ റിപ്പോർട്ടിലെ ഒരു വാചകം പ്രത്യേകം ശ്രദ്ധിക്കണം. വോട്ടർമാർ വെറും വാഗ്ദാനങ്ങൾ കേട്ട് മടുത്തു. ഇതൊരു വെറും വാക്കല്ല, ഇതൊരു വലിയ മുന്നറിയിപ്പാണ്. രാഷ്ട്രീയക്കാരിലും ഈ സിസ്റ്റത്തിലും ജനങ്ങൾക്കുള്ള വിശ്വാസം കുറഞ്ഞുവരുന്നു എന്നതിന്റെ വ്യക്തമായ സൂചനയാണിത്. ഏത് രാഷ്ട്രീയതന്ത്രം മെനയുമ്പോഴും മറികടക്കേണ്ട ഏറ്റവും വലിയ വെല്ലുവിളി ഈ അവിശ്വാസമാണ്. അപ്പോ ഈ ജനവികാരമൊക്കെ എങ്ങനെയാണ് വോട്ടായി മാറുന്നത്? നമുക്കിനി ആ കണക്കുകളിലേക്ക് വരാം. ആളുകളുടെ മനസ്സിലിരിപ്പെങ്ങനെയാണ് തിരഞ്ഞെടുപ്പ് ഫലത്തിൽ പ്രതിഫലിക്കുന്നത്? ഓരോ വോട്ടും ഓരോ കഥയാണ് പറയുന്നത്. ആ കഥ എന്താണെന്ന് നോക്കാം. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം നോക്കൂ. CPIMന് 41.62% വോട്ട് കിട്ടി. INCക്ക് 35.94%, BJPക്ക് 21.91%. ഇതാണ് കോന്നിയിലെ നിലവിലൊരു രാഷ്ട്രീയ ചിത്രം. അടുത്ത ഏതു നീക്കവും തുടങ്ങുന്നത് ഈ അടിസ്ഥാന കണക്കുകളിൽ നിന്നായിരിക്കും. പക്ഷേ കോന്നി എപ്പോഴും ഇങ്ങനെ ആയിരുന്നില്ല. കഴിഞ്ഞ 10 വർഷത്തെ ചരിത്രം നോക്കിയാൽ നമുക്കൊരു കാര്യം വ്യക്തമാകും. ഇവിടുത്തെ വോട്ടർമാർ സ്ഥിരമായി ഒരാളോടൊപ്പം നിൽക്കുന്നവരല്ല. 2011ലും 2016ലും UDFന്റെ ഒരു ശക്തികേന്ദ്രമായിരുന്നു കോന്നി. എന്നാൽ 2019 ഉപതെരഞ്ഞെടുപ്പിൽ കഥ മാറി. LDF സീറ്റ് പിടിച്ചു. 2021 അവരാ വിജയം നിലനിർത്തുകയും ചെയ്തു. ഇതിനർത്ഥം മാറി ചിന്തിക്കാൻ കഴിവുള്ള ഒരു മണ്ഡലമാണ് കോന്നി. അടുത്തതായി നമുക്ക് നിലവിലെ ഭരണപക്ഷത്തെ ഒന്ന് നിഷ്പക്ഷമായി വിലയിരുത്താം. ഇതൊരു വ്യക്തിയെക്കുറിച്ചുള്ള പഠനമല്ല, മറിച്ച് ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ അവരുടെ രാഷ്ട്രീയപരമായ ശക്തിയും ദൗർബല്യവും എന്തൊക്കെയാണെന്നുള്ള ഒരു വിശകലനമാണ്. സിറ്റിംഗ് പ്രതിനിധിയുടെ അവസ്ഥയെ നമുക്ക് 4 രീതിയിൽ നോക്കിക്കാണാം. ഒരു വശത്ത് യുവത്വമുള്ളൊരു ഇമേജും പ്രളയകാലത്ത് നടത്തിയ പ്രവർത്തനങ്ങളും ഒരു ശക്തിയാണ്. എന്നാൽ മറുവശത്ത് ചില വിവാദങ്ങളും പാലിക്കപ്പെടാത്ത വാഗ്ദാനങ്ങളും ദൗർബല്യമായി റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു. പ്രാദേശിക വിഷയങ്ങളിലുള്ള ജനങ്ങളുടെ അതൃപ്തി പ്രതിപക്ഷത്തിനൊരു അവസരമാകുമ്പോൾ BJPയുടെ വളരുന്ന വോട്ട് വിഹിതം ഒരു ഭീഷണിയായും നിലനിൽക്കുന്നു. ഈ റിപ്പോർട്ടിലെ ഏറ്റവും നിർണായകമായൊരു കണ്ടെത്തൽ ഇതാണ്. പൊതുവിശ്വാസ്യതയുടെ സ്കോർ കുറവാണ്. വിവാദങ്ങളും ജനങ്ങളുടെ പ്രതീക്ഷകൾക്കൊത്തു ഉയരാൻ സാധിക്കാത്തതും ഒരു വിശ്വാസക്കുറവിന് കാരണമായിട്ടുണ്ട്. ഇവിടെയാണ് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം.
ഒരു ജനാധിപത്യത്തിൽ ഓരോ പൗരനും കൃത്യമായ വിവരങ്ങൾ അറിഞ്ഞ് അന്തസ്സോടെ അഭിപ്രായം പറയാനുള്ള അവകാശമുണ്ട്. ആ വിശ്വാസം നഷ്ടപ്പെടുമ്പോൾ ജനാധിപത്യത്തിന്റെ അടിത്തറയാണ് ഇളകുന്നത്. ഇതുവരെ നമ്മൾ പ്രശ്നങ്ങളെക്കുറിച്ചും സാഹചര്യങ്ങളെക്കുറിച്ചും സംസാരിച്ചു. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് കടക്കാം. ഈ വിശകലനങ്ങളെല്ലാം എങ്ങനെ ഒരു പ്രായോഗികമായ, ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു കർമ്മ പദ്ധതിയാക്കി മാറ്റാം? ഡേറ്റയിൽ നിന്ന് പ്രവർത്തനത്തിലേക്കുള്ള മാറ്റം ഇവിടെയാണ്. ഓർമ്മയില്ലേ നമ്മൾ നേരത്തെ കണ്ട ജനങ്ങളുടെ പ്രധാന പരാതികൾ? അതിനുള്ള 3 കൃത്യമായ മറുപടികളാണ് ഇവ. ആശുപത്രിയിൽ സ്കാനിംഗ് സൗകര്യം, തകർന്ന റോഡുകൾ നന്നാക്കൽ, എല്ലാ വീടുകളിലും കുടിവെള്ളം. ഇത് ജനങ്ങളുടെ ആവശ്യങ്ങളോട് നേരിട്ട് പ്രതികരിക്കുന്ന ഒരു സമീപനമാണ്, അല്ലാതെ വോട്ടിനു വേണ്ടി മാത്രമുള്ള വാഗ്ദാനങ്ങളല്ല. ഇവിടെയാണ് ഈ തന്ത്രം കൂടുതൽ സൂക്ഷ്മമായി പ്രവർത്തിക്കുന്നത്. എല്ലാ വിഭാഗം ജനങ്ങളോടും ഒരേ കാര്യമല്ല സംസാരിക്കുന്നത്. യുവജനങ്ങളോട് തൊഴിലിനെക്കുറിച്ചും സ്റ്റാർട്ടപ്പുകളെക്കുറിച്ചും സംസാരിക്കുന്നു. സ്ത്രീകളോട് ആരോഗ്യ പദ്ധതികളെക്കുറിച്ചും പെൻഷനെക്കുറിച്ചും. കർഷകർക്ക് വേണ്ടത് താങ്ങുവിലയുടെ ഉറപ്പാണ്. ഓരോ വിഭാഗത്തിന്റെയും ആവശ്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി അവർക്ക് വേണ്ട പരിഹാരങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന രീതിയാണിത്. അപ്പോ ഇത്രയും ആഴത്തിലുള്ള ഒരു വിശകലനം രാഷ്ട്രീയത്തിന്റെ ഭാവിയെക്കുറിച്ച് നമ്മളോട് എന്താണ് പറയുന്നത്? കേവലം പ്രസംഗങ്ങൾക്കും വാഗ്ദാനങ്ങൾക്കുമപ്പുറം ജനങ്ങളെ ഇത്രയധികം ശ്രദ്ധയോടെ കേൾക്കുന്നത് ഒരു പുതിയ രാഷ്ട്രീയ സംസ്കാരത്തിന്റെ തുടക്കമാണോ? ഈ വിശകലനത്തിൽ നിന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പാഠമിതാണ്: രാഷ്ട്രീയത്തിന്റെ ഫോക്കസ് മാറുകയാണ്. എല്ലാവർക്കുമായി നൽകുന്ന വലിയ പൊള്ളയായ വാഗ്ദാനങ്ങളിൽ നിന്ന് ഓരോ പ്രദേശത്തെയും ഓരോ സമൂഹത്തെയും ബാധിക്കുന്ന ചെറിയ എന്നാൽ യഥാർത്ഥ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്ന ഒരു രീതിയിലേക്ക്. തീർച്ചയായും ഇത്തരം വിവരങ്ങൾ ശേഖരിക്കുമ്പോൾ ഓരോ വ്യക്തിയുടെയും സ്വകാര്യതയെ മാനിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇന്ത്യയുടെ പുതിയ ഡാറ്റാ സംരക്ഷണ നിയമങ്ങളനുസരിച്ച് ജനങ്ങളുടെ സമ്മതത്തോടെ മാത്രമേ അവരുടെ വിവരങ്ങൾ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഒരു നിമിഷം ആലോചിച്ചു നോക്കൂ. നമ്മുടെ നാട്ടിലെ എല്ലാ നേതാക്കന്മാരും എല്ലാ മണ്ഡലങ്ങളിലും ജനങ്ങളെ ഇത്രയധികം ആഴത്തിൽ മനസ്സിലാക്കാനും അവരുടെ പ്രശ്നങ്ങൾ കേൾക്കാനും ശ്രമിച്ചാൽ നമ്മുടെ ജനാധിപത്യത്തിന് എന്ത് മാറ്റമായിരിക്കും വരുന്നത്? ഒരുപക്ഷേ രാഷ്ട്രീയത്തിന്റെ ഭാവി തന്നെ ഈ ഒരു ഡേറ്റ അധിഷ്ഠിത ജനകീയ സമീപനത്തിലായിരിക്കാം. ജനങ്ങളെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു നേതാവാകാനും നിങ്ങളുടെ മണ്ഡലത്തെ ഉയരങ്ങളിലെത്തിക്കാനും നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ blueprintstrategies.ai ബന്ധപ്പെടുക. mgr@blueprintstrategies.ai എന്ന ഇമെയിൽ വിലാസത്തിലോ 080420416002 എന്ന നമ്പറിലോ വിളിക്കാം. പർപ്പസ് ബിയോണ്ട് പോളിറ്റിക്സ്.